ഷീല. I'm Josh. I'm Sarah. I'm Joe. നമ്മൾ ഹോളി വീക്കിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലെന്റൽ ചാലഞ്ചിലൂടെ നമ്മൾ ഈസ്റ്ററിന് വേണ്ടി നമ്മെ തന്നെ പ്രിപ്പയർ ആക്കുകയാണ്. അപ്പോൾ ലെന്റൽ ചാലഞ്ചിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ സയൻസ് കോർണർ സെയിൻ അയറൻ ആണ്. അയറൻ എന്ന പേരിന്റെ അർത്ഥം സമാധാനം എന്നാണ്. സോ ലെറ്റ്സ് മൂവ് ടു സയൻസ് കോർണർ. ലണ്ടൻ ചാലഞ്ചിൻ്റെ സയൻസ് കോർണർ സെഗ്മെൻറ്റിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ വിശുദ്ധരെ കൂട്ടുപിടിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് അല്ലേ? ഇന്ന് നമുക്കൊരു പുതിയ വിശുദ്ധയെ പരിചയപ്പെടാം. ഐറിൻ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഐറിൻ എന്ന് പേരുണ്ടോ? ഐറിൻ എന്ന് പേരുള്ള കൂട്ടുകാരുണ്ട് അല്ലേ? ഈ ഐറിൻ എന്ന് പറയുന്ന വിശുദ്ധയുടെ ജീവിതത്തിലുണ്ട ഒരു കുഞ്ഞു സംഭവം പറയാം. ഐറിൻ്റെ ഒരു പഴയകാല പേരുണ്ട്. ഐറിൻ ഒരു വലിയ രാജാവിൻ്റെ മോളായിരുന്നു. പെനലോപ്പ് എന്നായിരുന്നു അവളുടെ കുഞ്ഞിലെ ഉള്ള പേര്. നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ മാസിഡോണിയ എന്ന് പറഞ്ഞ സ്ഥലത്തെ രാജാവിൻ്റെ മോളായിരുന്നു പെനലോപ്പ്. അപ്പോൾ നമുക്കറിയാം രാജാവിൻ്റെ മോളെന്ന് പറയുമ്പോൾ വലിയ കൊട്ടാരം പോലത്തെ കൊട്ടാരത്തിലായിരുന്നു താമസിക്കുന്നത് അല്ലേ? പക്ഷെ ഇവർക്ക് ക്രിസ്തു മതവിശ്വാസമില്ല, ഈശോയിൽ ഇവർ വിശ്വസിക്കത്തില്ല. ഇവർ കുറേ വിഗ്രഹങ്ങളെയൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ രാജാവ് വലിയൊരു ഈ മോൾക്ക് വേണ്ടി തന്നെ ഒരു കൊട്ടാരം പണിതു. അതിനകത്തൊരു 10-13 വേലക്കാരെ വെച്ചു. എന്നിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവരെ പെനലോപ്പിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അധ്യാപകനെ വിട്ടു. പക്ഷേ ഈ അധ്യാപകൻ ഈശോയിൽ വിശ്വാസമുള്ളൊരു ക്രിസ്ത്യാനിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ചെന്ന് ഈ കുട്ടിയെ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഈശോയെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഈശോയെക്കുറിച്ച് കേൾക്കാനായിട്ട് പെനലോപ്പിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവൾ കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പെനലോപ്പ് കിട്ടുന്ന സമയത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുമ്പം ഈശോ കൂടെ ഉണ്ടെന്ന്, ഈശോ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു വലിയ അനുഭവം ഈ പെനലോപ്പിന് കിട്ടിത്തുടങ്ങി. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പ്രാർത്ഥനയിൽ ഒരു ദർശനമുണ്ടായിട്ട് ഈശോ വന്നിട്ട് ഇവളോട് പറയാണ്, ഇന്നു മുതൽ നീ പെനലോപ്പ് എന്നല്ല അറിയപ്പെടുന്നത്, നിനക്ക് ഞാനൊരു പുതിയ പേര് തരികയാണ്, ഐറിൻ. ഐറിൻ എന്ന പേരിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? സമാധാനം എന്നാണ് ഐറിൻ എന്ന പേരിൻ്റെ അർത്ഥം. അങ്ങനെ ഐറിൻ എന്നുള്ളൊരു പേര് അവൾക്ക് ഈശോ കൊടുത്തു. അപ്പോൾ രഹസ്യമായിട്ടാണ് ഈശോയോട് പ്രാർത്ഥിക്കുന്നതും. ഐറിൻ മാത്രമല്ല, ഐറിൻ്റെ 13 വേലക്കാരും ഈശോയിൽ വിശ്വസിക്കുന്നവരായിട്ട് മാറി. അത് കഴിഞ്ഞ് ഐറിന് പതിയെ അന്നത്തെ കാലഘട്ടത്തിൽ 13-14 വയസ്സാകുമ്പോൾ കല്യാണം കഴിപ്പിക്കും. അപ്പോൾ അപ്പൻ രാജാവല്ലേ, അടുത്ത രാജ്യത്തെ രാജകുമാരന്മാരൊക്കെ ഐറിനെ കാണാൻ വേണ്ടി വന്നു, വിവാഹം ആലോചിച്ചു. അപ്പോൾ ഇവള് പറഞ്ഞു, ഇവള് സമ്മതിക്കുന്നില്ല. അവസാനം ഇവള് പറയും, ഞാൻ ഈശോയുടെ മണവാട്ടിയായിട്ട് മാറി. എനിക്ക് അപ്പം ക്രിസ്തു മതത്തിൽ വിശ്വസിച്ചു എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛന് വെറുതെ ഇരിക്കുമോ? അച്ഛൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. എന്നിട്ട് കുതിരയെ അഴിച്ചുവിടും. അപ്പോൾ ഈ കുതിര ശരിക്കും ഇങ്ങനെ അരിശപ്പെട്ട് വരുന്ന കുതിര ചവിട്ടിക്കഴിഞ്ഞാൽ മരണം സംഭവിക്കും. അപ്പോൾ പെനലോപ്പിനെ ചവിട്ടാൻ വേണ്ടി ഒരു കുതിരയെ അഴിച്ചുവിടും. പെട്ടെന്ന് ഈ കുതിര വേഗം തിരിഞ്ഞിട്ട് ഈ ഐറിൻ്റെ അപ്പൻ രാജാവിനെ ചവിട്ടിക്കൊന്നു. അപ്പോഴത്തേക്ക് ഐറിന് ഭയങ്കര സങ്കടം. ഐറിൻ വേഗം ഈ അപ്പൻ്റെ ശവശരീരത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറയും, ഈശോയെ എൻ്റെ അപ്പൻ്റെ ലൈഫ് തിരിച്ചു തരണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോഴേക്കും ഈശോ ഈ അപ്പൻ്റെ ലൈഫ്, മരിച്ചുപോയ അപ്പൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അതോടെ അദ്ദേഹം ആ ഫാമിലി മുഴുവൻ വിശ്വാസത്തിലേക്ക് വന്നു. ആ കാലഘട്ടത്തിൽ വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെയിൻ്റ് ആയിരുന്നു വിശുദ്ധ ഐറിൻ. അപ്പം ഈശോയിൽ ആരൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ, ഈശോ ആരൊക്കെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അവരെ ആരെ ഈശോ ഉപേക്ഷിച്ചിട്ടില്ല അല്ലേ? അപ്പം നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത് അല്പം പോലും വിശ്വാസമില്ലാതെ, പ്രത്യേകിച്ച് നമുക്കറിയാം ഒത്തിരി സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനികൾക്കെതിരെ പീഡനം നടത്തുന്ന ധാരാളം ആൾക്കാരുണ്ട് അല്ലേ? അവർ ഈശോയെ അറിയാത്തതുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കും. ഇങ്ങനെ ഒരു മിഷണറിമാരെ പീഡിപ്പിക്കുന്ന ആളുകളെല്ലാം നമുക്കിന്ന് പ്രാർത്ഥനയിൽ ഓർക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു ഫാമിലി ഒരാൾ ഈശോയെ വിശ്വസിച്ച് ആ ഫാമിലി മൊത്തം ഈശോ രക്ഷിക്കും. അതാണ് കൂട്ടുകാരെ സെയിന്റ് ഐറിന്റെ ലൈഫിൽ നമുക്കുള്ള മെസ്സേജ്. ഇന്നത്തെ വചനം ഇതാണ്: പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മർക്കോസ് 11:24. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒന്നും കൂടി ചെല്ലിയാലോ? ഓക്കെ. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മർക്കോസ് 11:24. വചനമേഖല എല്ലാരും പഠിക്കണേ.
ഫുട് പ്രിന്റ്സിലൂടെ നമ്മൾ ഓരോ സ്ഥലം കാണുമ്പോഴും നമുക്ക് ഈശോയുടെ പ്രസൻസ് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും അല്ലേ? അതെ. അപ്പൊ നമുക്ക് ഇനി ഈശോ ജീവിച്ച പുതിയ സ്ഥലം കാണാം. ഫുട് പ്രിന്റ്സ്. യെസ്, നമുക്ക് കാണാം. ഈശോയ്ക്ക് പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുമക്കൾക്കും ഫുട് പ്രിന്റ്സിലേക്ക് സ്വാഗതം. മക്കളെ, ഇപ്പൊ ആന്റി എവിടെയാ നിൽക്കുന്നതെന്ന് അറിയാമോ? ഗെത്സമൻ തോട്ടത്തിന്റെ വാതിൽക്കലാണ്. നമ്മുടെ ഈശോ ചോര വീർത്ത് കരഞ്ഞ, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു കളയണം എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച ഗെത്സമൻ തോട്ടത്തിന്റെ കാഴ്ചകളാണ് ഇന്ന് ആന്റി നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിന്റെ ഉള്ളിൽ ഈശോയുടെ ചോരത്തുള്ളികൾ വീണ, ചോര വീർത്ത് പ്രാർത്ഥിച്ച, ഈശോ ഇരുന്ന് പ്രാർത്ഥിച്ച ഒരു കല്ലൊക്കെയുണ്ട്. അപ്പോൾ ഈ ദേവാലയത്തിന്റെയും ഗെത്സമൻ തോട്ടത്തിന്റെയും കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. മക്കളെ, നമ്മൾ ഈശോയുടെ പീഠാസഹന യാത്രകളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുകയാണ്. ഗെത്സമൻ തോട്ടത്തിൽ വികാരാധീനനായി, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു കളയണമേ എന്ന് വേദനയോടെ പ്രാർത്ഥിച്ച നിമിഷം മുതൽ തുടങ്ങുന്നു ഈശോയുടെ പീഠാസഹന യാത്ര. ഈശോ വേദനയോടെ പ്രാർത്ഥിച്ച ഗെത്സമൻ തോട്ടം, ഈശോ ചോര വീർത്ത ഗെത്സമൻ തോട്ടം, ഈശോയുടെ കണ്ണീർ തുള്ളികളും ഈശോയുടെ ചോരത്തുള്ളികളും ഏറ്റുവാങ്ങിയ ഗെത്സമൻ തോട്ടം. ഗെത്സമൻ തോട്ടത്തിനുള്ളിൽ ഈശോ വേദനയോടെ പ്രാർത്ഥിക്കുന്ന കല്ലിൽ തീർത്ത രൂപമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 39 മുതലുള്ള വാക്യങ്ങൾ. അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവുമലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു, പിതാവേ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. അവൻ പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസന നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജനക്കൂട്ടം അവിടെ വന്നു. 12 പേരിൽ ഒരുവനായ യൂദാസാണ് അവരുടെ മുമ്പിൽ നടന്നിരുന്നത്. യേശുവിനെ ചുംബിക്കാൻ അവൻ മുൻപോട്ട് വന്നു. യേശു അവനോട് ചോദിച്ചു, യൂദാസേ, ചുംബനം കൊണ്ട് നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത് എന്ത്? എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടപ്പോൾ യേശുവിനോട് കൂടെയുണ്ടായിരുന്നവർ, കർത്താവെ, ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ എന്ന് ചോദിച്ചു. അവരിൽ ഒരുവൻ പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവന്റെ വലതു ചെവി ഛേദിച്ചു. അത് കണ്ട് യേശു പറഞ്ഞു, നിർത്തൂ. അനന്തരം യേശു അവന്റെ ചെവി തൊട്ട് അവനെ സുഖപ്പെടുത്തി. അപ്പോൾ യേശു തനിക്കെതിരായി വന്ന പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും പറഞ്ഞു, കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നു. ഞാൻ നിങ്ങളോട് കൂടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിന്റെ ആധിപത്യവും. മക്കളെ, ഈശോ ഗെത്സമൻ തോട്ടത്തിൽ കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ച, ഈശോയുടെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി വീണ ആ കല്ലാണ് ഇതെന്നാണ് വിശ്വാസം. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് വേദനയോടെ പ്രാർത്ഥിക്കുമ്പോഴും സ്വന്തം പിതാവിന്റെ തിരുവിഷ്ടം നിറവേറുവാൻ ആഗ്രഹിച്ച ഈശോ. മക്കളെ, ഈ ദേവാലയം ബസിലിക്ക ഓഫ് ആഗണി എന്നാണ് അറിയപ്പെടുന്നത്. ആഗണി എന്നാൽ യാതന എന്നർത്ഥം. ഈശോയുടെ യാതനയുടെ ദേവാലയമാണ് ഇത്.
ദ ചർച്ച് ഓഫ് ഓൾ നേഷൻസ് എന്നും അറിയപ്പെടുന്നു. എല്ലാ രാജ്യങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു ദേവാലയമാണ് ഇത്. ബസിലിക്ക ഓഫ് ആഗണി. ഈശോ കരഞ്ഞു പ്രാർത്ഥിച്ച സ്ഥലം, ഈശോ ചോര വിയർത്ത സ്ഥലം, പ്രധാന പുരോഹിതന്റെ സേവകന്റെ ചെവി, മുറിച്ചു കളയപ്പെട്ട ചെവി തിരിച്ചു വെച്ച് ഈശോ സുഖപ്പെടുത്തിയ സ്ഥലം, യൂദാസിനാൽ ഒറ്റിക്കൊടുക്കപ്പെട്ട സ്ഥലം. മക്കളെ, ഗെത്സമൻ തോട്ടമുണ്ടായിരുന്ന ആ ഒരു പുണ്യസ്ഥലമാണ് ഇത് മുഴുവനും. ഇതിനുള്ളിലാണ് ഈ ദേവാലയവും സ്ഥാപിച്ചിരിക്കുന്നത്. പുറത്തുള്ള ഗെത്സമൻ തോട്ടത്തിൽ ഇവിടെ മുഴുവനും ഒലിവ് മരങ്ങളാണ്. ഈശോയുടെ കാലം മുതൽ പഴക്കമുള്ള ഒലിവ് മരങ്ങൾ ഇന്നും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഒലിവ് മരങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്ന, ഈശോയുടെ കാലം മുതൽ ഉണ്ടായിരുന്ന എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒലിവ് മരമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഈ ഗെത്സമൻ തോട്ടത്തിൽ നിന്നും ഈശോയെ ബന്ധനസ്ഥനാക്കി കൊണ്ടുപോയത് കയ്യാഫാസിന്റെ അരമനയിലേക്കാണ്. അവിടെ വെച്ചാണ് പത്രോസ് 3 പ്രാവശ്യം ഈശോയെ തള്ളിപ്പറഞ്ഞത്. അടുത്ത വീഡിയോയിൽ കയ്യാഫാസിന്റെ അരമനയും പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞ സ്ഥലവുമൊക്കെ നമുക്ക് സന്ദർശിക്കാം. ഈശോയുടെ ചോരത്തുള്ളികൾ വീണ ഈ പുണ്യമണ്ണിൽ നിന്ന്, ഈ പുണ്യസ്ഥലത്ത് നിന്ന് ആൻറ്റി എല്ലാവരെയും പ്രാർത്ഥനയോടുകൂടി ഓർക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, ഇനി നമുക്കൊരു പുതിയ ഗസ്റ്റിന്റെ എക്സ്പീരിയൻസ് കേൾക്കാം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് സുനിൽ അങ്കിളാണ്. വെൽക്കം സുനിൽ അങ്കിൾ. എല്ലാവരും വളരെ ജോയ്ഫുൾ ആയിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അങ്കിളിൽ നിന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു ഫെയ്ത്ത് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, അങ്കിളുടെ ചെറുപ്പത്തിൽ നിങ്ങളുടെയൊക്കെ ഒരു പ്രായത്തിൽ ഒരു 10 വയസ്സൊക്കെ ആയിരുന്ന സമയത്ത് ഉണ്ടായ ഒരു പ്രെയർ എക്സ്പീരിയൻസ് ആണ്. അങ്കിളിനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ജീമോൻ ചേട്ടൻ. ഇപ്പോഴും ഉണ്ട്, സംസാരിക്കാറൊക്കെ ഉണ്ട്. അപ്പം ജീമോൻ ചേട്ടൻ്റെ ഫാദറിന് സ്ട്രോക്ക് മൂലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്ന ഒരു ദിവസം അറിഞ്ഞു. ഈ ചേട്ടനുമായിട്ട് ജീമോൻ ചേട്ടനുമായിട്ട് ഞാൻ സ്ഥിരം സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവർ 5 പേരാണ്. അപ്പം അതുമാത്രമല്ല, അവർ ഇച്ചിരി സാമ്പത്തിക ഞെരുക്കമൊക്കെ ഉള്ളൊരു കുടുംബമാണ്. പക്ഷെ എല്ലാവരോടും വളരെ സ്നേഹത്തോടു കൂടിയൊക്കെ സംസാരിക്കുന്ന ഒരു കൂട്ടരാണ്. അപ്പം അന്ന് വൈകുന്നേരം അവർക്ക് വേണ്ടി ഒന്ന് നല്ലോണം പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. മുട്ടുകുത്തി നിന്ന് കൊന്തയില്ലി. അപ്പോൾ മാതാവിനോട് വളരെ കാര്യമായിട്ട് വിളിച്ചപേക്ഷിച്ചു. ഒരു ചെറുപ്പത്തിലെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ അതൊക്കെയുള്ളു. അപ്പം അങ്ങനെ അടുത്ത ദിവസം വലിയൊരു അത്ഭുതമാണ് കേട്ടത്.
ഡോക്ടേഴ്സിനെയൊക്കെ വിസ്മരിപ്പിക്കുന്ന രീതിയിൽ മാത്തുക്കുട്ടി ചേട്ടൻ പെട്ടെന്ന് റിക്കവറായി. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്തെന്ന് അറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പള്ളിയിലൊക്കെ പോകാനുള്ള വളരെ ആരോഗ്യമൊക്കെ കിട്ടി. പിന്നെ നോർമലി വർക്കൊക്കെ കണ്ടിന്യൂ ചെയ്യുന്ന അറിഞ്ഞു. ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് അങ്കിളിന് വളരെയധികം ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെറുപ്പത്തിലെ പിള്ളേരുടെ പ്രാർത്ഥന ഭയങ്കര പവർഫുള്ളാണ്. അപ്പം നമുക്ക് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ സഹായിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പോലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഭയങ്കരധികം വില കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുർബാനയിലോ അല്ലെങ്കിൽ കൊന്തയിലോ ഒക്കെ നമ്മൾ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് പിള്ളേർ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം വളരെയധികം കേൾക്കുന്നതായിട്ട് പിന്നീടത്തെ ഓരോരോ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കി. പിന്നെ ഇപ്പം അങ്കിളിന് 5 പിള്ളേരാണുള്ളത്. അപ്പം ജോലിയിലൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് അവരുടെയൊക്കെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാവോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവരങ്ങനെ അവരുടെ പ്രാർത്ഥനയൊക്കെ കാരണം വലിയ വലിയ മിറക്കിൾസ് അങ്കിളുടെ ജോലിയിലൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയല്ലേ? കൂട്ടുകാരെ, ഇന്നത്തെ ചലഞ്ച് ഇതാണ്. ഈസ്റ്റർ മുട്ട ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു മേക്കിംഗ് വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരിക. ഞാൻ ഒന്നും കൂടി പറയാം, ഈസ്റ്റർ മുട്ട ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ 9048398600. ഞാൻ നിങ്ങളുടെ പറയാം, 9048398600. അപ്പൊ നമുക്ക് ഇനി ഇന്നത്തെ ചാലഞ്ച് കാണാം. ഹായ്, എൻ്റെ ജീവിതത്തിൽ ദിവ്യകാരുണ്യ അത്ഭുതത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ദിവസം സ്കൂളിൽ ഞാൻ കണക്കിൻ്റെ ക്ലാസ് വർക്ക് എഴുതി ടീച്ചർക്ക് അത് കറക്റ്റ് ചെയ്യാൻ കൊടുത്തു. അത് കഴിഞ്ഞ് ടീച്ചർ കറക്റ്റ് ചെയ്ത് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ ബുക്ക് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ടീച്ചറുടെ അടുത്ത് പോയി പറഞ്ഞു, ടീച്ചർ എനിക്ക് എൻ്റെ ബുക്ക് കിട്ടിയില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഞാൻ എല്ലാവരുടെയും ബാഗിൽ ചെക്ക് ചെയ്യാം. എന്നിട്ട് ടീച്ചർ ചെക്ക് ചെയ്ത് എൻ്റെ ബുക്ക് കണ്ടില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ അങ്ങനെ പോയി. അപ്പോൾ ഒരു ദിവസം പള്ളിയിൽ ഒരു ആരാധന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പള്ളിയിൽ പോയി നിയോഗം വെച്ച് എൻ്റെ ബുക്ക് കിട്ടണമേ എന്ന് ഞാൻ വെച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ പോയപ്പോൾ ടീച്ചർ പറഞ്ഞു, ഞാൻ നിന്റെ ബുക്ക് ഷെൽഫിൽ കണ്ടു, അപ്പോൾ ഞാൻ നിനക്ക് ഇത് തരാം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ ദിവ്യകാരുണ്യത്തിന് നന്ദി പറഞ്ഞു. കൂട്ടുകാരെ, ഇനി നമ്മുടെ പ്രാർത്ഥനയുടെ സമയമാണ്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വിശ്വാസത്തെ എതിർക്കുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ്. കൈകോർക്കാം, കണ്ണടക്കാം. Sweetheart of Jesus that burns with love for me, inflame my heart to love you more. Sweetheart of Jesus. കൂട്ടുകാരെ, ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നാളെ ഞങ്ങൾ പുതിയ എപ്പിസോഡായി വീണ്ടും വരും. അതുവരേക്കും ബൈ.